ലോഡ് ഇറക്കി കാലത്ത് 5:30 അവിടെ വന്ന് ആ വണ്ടി കയറ്റി ലോഡ് കയറ്റി അവിടെ നിന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഞാനൊരു 8:15 എടുത്തു വണ്ടി എടുത്ത് പോന്നു ലോഡ് കയറ്റി അവിടെ നിന്ന് ഇറക്കിയിട്ട് അവിടെ തന്നെ ലോഡ് കയറ്റി കമ്പനിയിലേക്ക് വന്നേക്കാണ്. കമ്പനിയിൽ വന്ന് കിടക്കണം വണ്ടികളാണ് ഈ കിടക്കണത്. ഓരോ സ്ഥലത്തുനിന്ന് കയറ്റി വന്നേക്കണ വണ്ടികളാണ് എടുക്കണം. ലോഡ് ഇറക്കാൻ ഡോറൊക്കെ തുറന്നു കൊടുത്തു. ഇവിടെ എത്തിയത് ഒരു 12:30 ഗ്രീസൊക്കെ അടിച്ച് ഡീസലൊക്കെ അടിച്ച് വന്നു. അതായത് ഇവിടുന്ന് പോകുമ്പോൾ 2:30 ഇവിടുന്ന് പോയപ്പോൾ 2:30 പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ ഓട്ടമുള്ളൂ. അതായത് 50 കിലോമീറ്റർ 1 മണിക്കൂർ ഓട്ടമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. സിറ്റിയുടെ ഉള്ളിൽ മദ്രാസ് റോഡ് അവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ ആ 1 മണിക്കൂർ മാറണം, അരമണിക്കൂർ എക്സ്ട്രായി. അപ്പോൾ ഇവിടുന്ന് പോണ ടൈമും റണ്ണിങ്ങും 4 മണി 10 മിനിറ്റ് വഴിക്കുള്ളൂ. 10 മിനിറ്റ് എൻ്റെ ഉള്ളിൽ കയറണമാണ് ഞാൻ. പക്ഷെ അവർക്ക് അറിഞ്ഞൂടെ വണ്ടി ഉള്ളിൽ സിറ്റിയുടെ ഉള്ളിൽ ബ്ലോക്കാണ്. വണ്ടി അങ്ങനെ കിടക്കാൻ ബ്ലോക്ക് വരും. അവനാ കാശിന് വേണ്ടിയിട്ട് ഓടി വന്നൊക്കെ ഇതിക്കുമ്പോൾ ഓടി വന്നിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ വണ്ടി നേരെ ഓടിച്ച് കയറ്റി കമ്പനിയിൽ നിർത്തി. അവനൊന്നുമില്ല പോലീസുകാരൻ. അവനല്ല സാറ്. തെണ്ടിത്തരം ചെയ്യണം, വേണ്ടാന്നൊന്നും പറയാനില്ല. പക്ഷേ ഈ വണ്ടിക്കാർ ലോഡ് കയറ്റി കഷ്ടപ്പെട്ട് ഓടി വന്നിട്ട് ഇറക്കാനും അവൻ്റെ കുടുംബത്തെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി വരുന്നത്. ഈ പോലീസുകാരെ തെറിയും ഈ RTOമാരെ ഇതും നാട്ടുകാരെ കളിയാക്കലും കാറാരെയും ബസ്സാരെയും ഈ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടും ഈ ലോറിയുമായി വണ്ടി കഴിഞ്ഞാൽ ഈ ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടം. എനിക്കിപ്പോൾ ഈ ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആരമാണ് എനിക്കിപ്പോൾ 48 വയസ്സായി. 14 വയസ്സിൽ ഉന്തി തുടങ്ങിയാണ് ഓട്ടോറിക്ഷേമ. ഇപ്പം 48 വയസ്സായി. എന്നാലും എനിക്ക് ഇതിൻ്റെ ഇഷ്ടം കുറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഉമ്മ വയ്യാണ്ട് കിടക്കേണ്ടി വരുവാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് ലോക്കൽ പറഞ്ഞത്. ഉമ്മക്ക് വയ്യായില്ല കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകും. വയ്യാണ്ടായത് പകുതിയായി. ഇപ്പോൾ നമ്മളെ ഒരുപാട് നോക്കിയതല്ലേ. ഇനിയുള്ള കാലം അതിൻ്റെ ഇതും അതിനെ നല്ലൊരു ഇതിൽ നോക്കുക. അതിപ്പോൾ ഇടയ്ക്ക് കാണണം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇതായിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം ഈ കൽക്കട്ടയ്ക്ക് മറ്റേ ബോർഡറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലോഡായില്ലെങ്കിൽ വണ്ടി അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ചെല്ലുമ്പോൾ ടയറുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കേരളത്തിൽ തന്നെ സംഭവം ഡീസൽ വില ഇതൊക്കെയാണ്. പിന്നെ അതർ സ്റ്റേറ്റിൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നിങ്ങനെ വട്ടം ചുറ്റണത്. അതിനിടയ്ക്കാണെങ്കിൽ പോലീസുകാർക്ക് അറിയാം സിറ്റിയുടെ ബ്ലോക്കാണ്. വണ്ടിക്കാരെ എങ്ങനെ ആയാലും വഴുകും. ഒന്ന് ഒരു കണ്ണടയ്ക്കാനുള്ളൊരു ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ കൊടുക്കുന്ന റൂട്ടിൽ റോഡ് പണിടക്ക് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വഴുകും. ബസ്സുകാരെ സഹകരിച്ച് പോകുന്നുണ്ട്. അതിന് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇവർക്ക് ഒരു ചിന്തയില്ല. ഇവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് ഇവർ നടക്കുന്നത്. കണ്ടില്ലേ കുറേ വീഡിയോകളിൽ പോലീസുകാരൊക്കെ റോട്ടിലിറങ്ങി ഒന്നും കയറ്റി പൈസയ്ക്കാണ്. എന്തിനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ, മര്യാദയ്ക്കുള്ള ശമ്പളം. അതുപോലെ കുടുംബം ജീവിക്കാൻ. അതിനിടയ്ക്ക് കിമ്പളം അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്കാരെ വീണോ എവിടെ നോക്കിയാലും കാണാം പോലീസ് ജീപ്പിട്ടുങ്ങായിട്ട് വെറുതെ നിങ്ങായിട്ട് കൈ കാണിക്കുക. എന്നെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഈ മഹാരാഷ്ട്ര പോലീസും ഈ കർണാടകയും ഗോവയൊക്കെ. ഞാൻ പറയണേ ഞാൻ തരില്ല പൈസ എന്ന് പറയുന്നത്. എന്തായാലും ചിലപ്പോൾ പണി കിട്ടും, ചിലപ്പോൾ കൊടുക്കും. അതങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുക്കും. അല്ലാണ്ട് ബലം പിടിക്കുന്നവന്മാർ ഞാൻ കൊടുക്കില്ല. ഞാൻ പറഞ്ഞു നീ തന്നേപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാനോട്. നീ തന്നേപ്പിച്ചിട്ടുണ്ടല്ലേ പൈസ. അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ മിണ്ടാണ്ട് നിൽക്കണത്, അവർക്കൊക്കെ കൊടുക്കണോണ്ട് കുഴപ്പമില്ല.
ഇത് വെറുതെ കൈക്കൂലി എന്ന് പറഞ്ഞ് നടക്കുക. കാലത്ത് തന്നെ ഉറക്കമില്ല, ഊണുമില്ല. ഇതൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചിങ്ങായിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ വന്നിട്ടുള്ള ലോറിക്കാരെ ഒക്കെ വട്ടം പിടിക്കില്ല. ഒരു കഥ ഉണ്ടായിരുന്നു പണ്ട്, കേട്ടറിവട്ടാ, കണ്ടറിവില്ല. നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് പൈനാപ്പിൾ കയറ്റും. പൈനാപ്പിൾ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈനാപ്പിൾ കഴിഞ്ഞ ഡ്രൈവർമാരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവിന് കാശ് വേണം. പിന്നെ കുറേ അടിച്ചുപൊളിയുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ ചെന്നാലും ബോംബെ ചെന്നാലും ഇല്ലായൊന്നുമില്ല. എന്നാലും നമ്മുടെ ബത്തക്കാശ് പോകണ്ടല്ല അഞ്ചെണ്ണം അവർ ഈ പൈനാപ്പിളൊക്കെ കൊടുത്തുങ്ങായിട്ട് 50 രൂപയിലും 100 രൂപയിലും കുറവ് കിട്ടുക. അവർക്ക് അത് അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്തെങ്കിലും ചിലവൊക്കെ ഉണ്ടാവും, മനുഷ്യരല്ലേ. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പാനി എന്ന് പറഞ്ഞൊരു ബോർഡറുണ്ട് കർണാടകയുടെ. അവിടുത്തെ RTOയ്ക്ക് നമ്മളിപ്പോൾ ഒരു ആപ്പിൾ ഒരു കഴിച്ച കൊണ്ട് കൊടുത്താൽ ഒരെണ്ണം പോരാ അവനൊരു 10 എണ്ണം വേണം. ഈ കോഴിക്കോടത്തെ ഡ്രൈവറാണോ തൃശ്ശൂരത്തെ ആരുടെന്ന് അറിയില്ല. ഇവന്മാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 എണ്ണം മാറ്റി വെച്ചിട്ട് വിമ്മ് കലക്കിയിട്ട് സിറഞ്ചിൽ കുത്തി അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തു. ഈ 10 എണ്ണം ഇയാൾക്ക് എടുത്ത് കൊടുത്തു. ഇയാൾ പിന്നെ കേൾക്കണത് കക്കൂസിന്ന് എനിക്കാൻ സമയമില്ല ഇയാൾക്ക്, ഈ RTOയ്ക്ക്. ഇപ്പോൾ KL 57 വണ്ടി ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ കാശ് മേടിക്കുള്ളൂ. 57 47 46 എന്നറിയില്ല. നീ പെരുമ്പാവൂരത്തെ എവിടുത്തെ വണ്ടിയാണെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം പിടിക്കും, കാശ് മേടിക്കുള്ളൂ, പൈനാപ്പിൾ വേണ്ട. അല്ല അങ്ങനെയൊക്കെ ചെയ്യണവരാ ഇവർക്ക്. ഞാൻ ഒരു കാര്യം വേണ്ട, ഞമ്മ അറിയിക്കുന്നത് പറ്റാവും, അറിയിക്കാത്തത് പറ്റരുത്. ഒരു വണ്ടിക്കാരത്ത് നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100 രൂപ 200 രൂപ മേടിക്കുന്നത് തെറ്റില്ല. ഇത് ഇപ്പോൾ എടുത്ത് വയ്ക്കുക 500 പറയാം. ഞാൻ ഈ വണ്ടി ഓടിക്കാണ്ട് സിംഗിൾ വണ്ടി കൊണ്ട് കർണാടക അത്തിപ്പള്ളി RTOയിൽ വന്നു. RTOയിൽ വന്നപ്പോൾ അയാൾ 32 ഫിറ്റ് അല്ലാതെ 500 വേണം നോക്കും. അതായത് ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അടുത്ത് വരികയാണ് വണ്ടി. ഞാൻ പറഞ്ഞ സാറേ ടോറസ് അല്ല, സിംഗിൾ വണ്ടിയാണ്, 32 ഫിറ്റാണ്, 500 വേണം. അപ്പോൾ ഈ കൂട്ടിലിരിക്കുന്ന തെണ്ടി 500 പറഞ്ഞാൽ RTO അതിന് തലാട്ടും. പേസി ലാസ്റ്റ് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്നു. അത് വണ്ടി കുത്തി കുറേ അന്വേഷിച്ച് വന്നു. ഇന്നൊന്നും പൈസ ഇല്ല സാറേ, പൈസ നെയ്. ലാസ്റ്റ് ഞാൻ ചെന്ന് 400 എടുത്ത് കൊടുത്തു. എന്നിട്ട് അവന് മുക്കിന്ന് അങ്ങനെയൊക്കെ മുന്നായിട്ട് അത് മേടിച്ചു. അങ്ങനെ ലോഡ് ഇറക്കാൻ പോയത്. അപ്പോൾ ഇവർക്ക് കൊടുത്ത് ഞമ്മൊരു 100 രൂപ കൊടുത്തോട്ടെ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല വഴിയിലൊക്കെ എന്ന് വെച്ച് ചെയ്യണേന് ഇവൻ ആ വണ്ടിക്കാരെ ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ ഓഫീസിൽ നമ്മൾ കാശ് കൊടുത്തു, ഇനി അപ്പുറത്ത് ഒരു സ്ക്വാഡ് കിടക്കുന്നുണ്ടാവും, മനസ്സിലാവണ്ട. ഞാൻ ശ്രീനാഥ് വണ്ടി ഓടുമ്പോൾ നമ്മുടെ മാങ്കൊമ്പിൽ നിന്ന് 3 നെല്ലിൻ്റെ മെഷീൻ കയറ്റി, 3 വണ്ടി ശ്രീനാഥിൻ്റെ. ഈ 3 വണ്ടി കയറ്റിയിട്ട് എവിടേക്കാണത്? കർണാടകയിലാണ്. നമ്മുടെ ചിത്രദുർഗ് കഴിഞ്ഞ് പോകണം. അവിടെ ബാബേൻ്റെ ഓഫീസുണ്ട്, അവിടെ കണ്ട് ഇറക്കേണ്ടത്. സാധനം അവിടെ നിന്ന് കയറ്റി വഴിക്കടവിൽ വന്നിട്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകണം സാറേ. അത് എഴുതി മേടിച്ചു അവിടെ നിന്ന്. കർണാടക തമിഴ്നാട് വിട്ടു, തമിഴ്നാട് ചെറിയ മാമൂലെടുത്ത് വിട്ടു. അത് കഴിഞ്ഞ് കർണാടകയിൽ പോയിട്ട് മാമൻ പെടുത്തി, മാമൻ കൊണ്ട് ബില്ല് കൊണ്ട് സെൽ ടാക്സി കൊണ്ട് കൊടുത്തു. ആ നിൽക്കുന്നതിലൂടെ അവിടെ ഒരു കുറച്ച് കാശ് കിട്ടി. RTOയിൽ എത്തിയപ്പോൾ RTOയിൽ 3 വണ്ടിക്ക് 500 ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവർ അടുത്ത ആളെ വിളിച്ചു, സ്ക്വാഡിനെ. കഷ്ടകാലത്തിന് ഞങ്ങൾ എന്ത് ചെയ്ത്, ഒരു മലയാളിയുടെ കടയുണ്ട് ഗുണ്ടൽപേട്ടയിൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഇവർ തേടി വന്നു ഞങ്ങളെ. 3 വണ്ടിയായിരുന്നു 500 വെച്ച് വീണ്ടും മേടിച്ചു. പോലീസ് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. തെണ്ടിത്തരങ്ങൾ മാത്രമേ ഇവർക്ക് കാണിക്കാറുള്ളൂ. ഞാൻ പറയാൻ വെച്ചാൽ ഇവരൊക്കെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ കളിയാക്കണം കൈക്കൂലിക്കാരൻ്റെ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. നിർത്തണവർ നിർത്തേണ്ട സമയമായി. ഈ പന്നിയിറച്ചി തീറ്റ നിർത്തണം. കാരണം ഈ വണ്ടിക്കാർ എങ്ങനെയും ഇത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബെ നിന്നായാലും ഗുജറാത്തിൽ നിന്നായാലും ഓടിക്കഴിച്ച് വരണത്. ആ സമയത്താണ് ഡ്രൈവർമാരെ കാട്ടായങ്ങളാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഡ്രൈവർമാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് ഇതും വഴിയിൽ കള്ളന്മാർ, ഇതൊക്കെ കർഷകരത്തുനിന്ന് ഓടി വരുന്ന വണ്ടിക്കാരാണ്. അത് ഹരിയാന വണ്ടി, അത് MP വണ്ടി, ഇത് ഹരിയാന വണ്ടി, ഇത് ഹരിയാന വണ്ടി.
TN ഓരോ സ്ഥലത്തുനിന്ന് ഓടി വരണതാണ് ഈ വണ്ടിക്കാരൊക്കെ കിടക്കുന്നത്. മനസ്സിലാവണം. ഇവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ 20 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ 1.5 മാസമൊക്കെ ആവും വീട്ടിൽ ചെല്ലാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഡ്രൈവർമാരുടെ ജീവിതം. കണ്ടില്ലേ, ഷർട്ടും കൊണ്ടൊക്കെ അലക്കിയിട്ട് ആ വണ്ടി മുമ്പിൽ അയിൽ കെട്ടിയിട്ട് അതിൽ നിർത്തിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ വരെ എല്ലാവരെയും, എൻ്റെ ആയാലും എല്ലാവരും ആയാലും. ഇപ്പോൾ ഇതുവരെയായിട്ടും ഇറക്കാൻ തുടങ്ങിയില്ല. ഡോറ് സീല് പൊട്ടിച്ചു, ഡോറ് തുറന്ന് കൊടുത്തു. എൻ്റെ ഇറക്കി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം 2:45 ഇനിയിപ്പോൾ ഇനി അതിൽ കയറ്റില്ല. നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുകളുണ്ട്. ഇപ്പോൾ കയറ്റിയാൽ തന്നെ ഇന്ന് പോകാനും പറ്റില്ല. കാരണം 2:45 3 മണിക്ക് അല്ലെങ്കിൽ 3:30 ഇറക്കി കഴിയാം. കയറ്റിയാലും നാളെ ഇറക്കി കിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്രൈവർമാരുടെ അവസ്ഥകൾ. അതിനിടയ്ക്കാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കളികൾ. അതായത് ഞാനൊരു 10 മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് പോയി ഇറക്കേണ്ടുള്ളത്. ഇവർക്കറിയാം ബ്ലോക്കാണ്, ട്രാഫിക് ബ്ലോക്കുകളുണ്ട്, വലിയ വണ്ടി പെട്ടെന്ന് കുത്തിക്കയറ്റി വരാൻ പറ്റില്ല. ഈ പോലീസുകാർക്ക് അറിയാത്. എന്നിട്ടാണ് അവൻ അത്ര. അപ്പോൾ എനിക്ക് ടെമ്പർ കിട്ടി. ഞാൻ കുറേ വർത്താനം പറഞ്ഞു. അതിന് താക്കോല് ഒരുങ്ങിയിട്ട് ഞാൻ പോയി ബില്ലെടുത്ത് അവിടെ പോയിട്ട് അവിടെ ഓഫീസിലെ സാറിനോട് കാര്യം പറഞ്ഞു. സാറിന് കുറച്ച് പിള്ളേർ വിട്ടു. പിള്ളേർ വന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പോലീസുകാരെ ബഹുമാനിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറെ പോലീസുകാരെ ബഹുമാനിക്കാനല്ല, പോലീസുകാരെ അങ്ങനെ പെരുമാറണമെങ്കിൽ ഞാൻ അതുപോലെ ബഹുമാനിക്കും. സാറ് വന്നു നോക്കി അങ്ങനെയല്ല പറഞ്ഞത്. കൈയുടെ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ കാണിച്ചു പൈസ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ടെമ്പർ തെറ്റി. വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ വന്നിട്ട് വേണമെങ്കിൽ കൊണ്ട് കൊടുക്കും, അത് വേറെ കാര്യം, അത് സന്തോഷമാണ്. പക്ഷേ അവൻ എൻ്റെ കഞ്ഞി കൂടി മുട്ടിച്ചു. എന്നെ വണ്ടി എടുത്തിട്ട് പോലീസുകാരെ കൊണ്ടിട്ടു. എന്നിട്ടും ഒരു ചായ മേടിച്ചെടുക്കാൻ എനിക്ക് മനസ്സ് തോന്നില്ല കേട്ടോ. ഞാൻ പോലീസുകാരുടെ കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കയറില്ല എന്നാണ് സ്റ്റെപ്പ്. എനിക്ക് കയറാൻ പറ്റില്ല, എനിക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ട്, കാല് പറ്റില്ല, ഞാൻ കയറില്ല എന്ന് പറഞ്ഞു. ഒപ്പിടണം. ഞാൻ പറഞ്ഞു ഉറപ്പിട്ടോ, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അത് താക്കോല ഞാൻ പറഞ്ഞു. നമ്മൾ താക്കോല എന്തല്ല, താക്കോല സാറിൻ്റെ നെയിമും പേരും ഫോൺ നമ്പറും തരും. അത് നീ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലെല്ലാം വന്നു എവിടെ വന്നാലും അത് പറയേണ്ട രീതിയിൽ പറയണേ. ഞാൻ സാറിപ്പോൾ എന്നെ താക്കോല വെച്ച് സാറിൻ്റെ പേര് എനിക്കറിയണം, സാറിൻ്റെ മൊബൈൽ നമ്പർ വേണം, അത് തരില്ല. അങ്ങനെ വേറൊരു ആളെ വിട്ടു, അത് താക്കോല് കൊടുത്തു കൊണ്ടുവിട്ടു. ഞാൻ മിണ്ടാണ്ട് പോയി കയറ്റി ചായ കുടിച്ചു. ഞാൻ വന്നപ്പോൾ മാഡം വന്നിട്ടുണ്ടാവും, ഒരു 3 സ്റ്റാർ. മാഡത്തിനോട് കാര്യം പറഞ്ഞു. മാഡം അവിടുത്തെ ആരെ കൊണ്ട് വിളിച്ചിട്ട് വന്നാൽ ആൾക്ക് മരുന്ന് കഴിക്കണം, ആളെ വണ്ടിയിലുള്ള മരുന്നിരിക്കണത് അവിടെ തുറന്നിറക്ക് ആളയിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് മുകളിൽ നിന്ന് താക്കോല് കൊണ്ടുവന്ന് തുറന്ന് ആൾ ആ താക്കോല് കൊണ്ടുപോയി. അപ്പോഴും ഇയാൾ ഈ കാവേരി കാര്യം മറ്റേ കാര്യം നമുക്ക് പറഞ്ഞിട്ട് കയറി ആൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെ. എനിക്കിനി പ്രഷർ കേട്ട് ഞാൻ എന്തിട്ടാ പറയാം. നമ്മൾ ഒരു പരിധി കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും സമനില വിട്ടുപോകും. ക്ഷമയുടെ അന്തിമ പോലെ നിന്ന് ഞാൻ കാല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വയ്യ. അങ്ങനെ മേടങ്ങാറ് കൊണ്ട് അങ്ങനെ ചെയ്ത് ലാസ്റ്റ് രാത്രി ആയപ്പോൾ ഇയാൾ വന്നിട്ട് വർഷത്തിന് 5000 വേണമെന്നാണ്. അവിടെ 5000 രൂപയായിട്ട് 5 പൈസ ഇല്ല തറയെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ എന്നെ പ്രാന്ത് കയറ്റാനുള്ള പരിപാടിയാണ്. ലാസ്റ്റ് ഞാൻ പുറത്തേക്ക് വന്ന് കുറേ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇയാൾ എന്ത് തരും? ഞാൻ പറഞ്ഞു, എൻ്റെ ഒന്നും തരാനില്ല, മോലാളിനെ കൂപ്പിട്. ഞാൻ പറഞ്ഞു, മോലാളിനെ കൂപ്പിട്ടിട്ട് മോലാളി എന്തായാലും ഇങ്ങോട്ട് വരില്ല. ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഗൂഗിൾ പേ ഉണ്ട? എൻ്റെ ഗൂഗിൾ പേ ഇല്ല. ഞാൻ പറഞ്ഞു, ആ സാറിൻ്റെ ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ആ സാറിൻ്റെ ഇല്ല. ലാസ്റ്റ് താക്കോലെടുത്തു പൊക്കളാൻ പറഞ്ഞു. പൊക്കളാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തിട്ടാണ് ഈ ഉണ്ടാകാൻ ചെയ്യും. ഞാൻ പറഞ്ഞു, സാറേ ഇനി എങ്ങനെ ഞാൻ പോവും? നീ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക, അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക, അങ്ങനെ അവിടെ പോകും. ഞാൻ ഇനി കുഴിയിലുള്ള വഴിയാണ് ഈ പറഞ്ഞാൽ ഇയാൾ. അങ്ങനെ റോഡ് പണി നടക്കണേ. ലാസ്റ്റ് ഞാൻ 2 കൽപ്പിച്ച് ആ വഴി പോയി. ചെന്നപ്പോൾ ഞാൻ റെഗുലർ പോണ വഴിയാണ്. അത് ലെഫ്റ്റ് കട്ട് ചെയ്ത് കമ്പനി കൊണ്ട് ഇട്ടു. ഇറക്കി കിട്ടി, ഇവിടം വരെ എത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വേറെ ഒന്നല്ല. അപ്പോൾ ഡ്രൈവർമാരുടെ ജീവിതം ഇതാണ്. എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഡ്രൈവിങ്ങിൽ. മരിക്കുന്നവരെയും ഇത് ഓടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പണിക്ക് കള്ളത്തരമില്ല. നമ്മൾ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ കള്ളത്തരമുണ്ട്. ഡ്രൈവിങ്ങിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞ മതി. ഡ്രൈവിങ്ങിൽ ശ്രദ്ധയാണ് വേണ്ടത്, ഷാർപ്പായിരിക്കണം. നമ്മുടെ
തലച്ചോറ്, കൈയും കാലും, നമ്മുടെ മനസ്സും എല്ലാം ഒരേ ഇതിൽ പ്രവർത്തിച്ചാലേ ആ ഡ്രൈവിങ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പണിയാണിത്. അതുകൊണ്ട് ഈ പണിയോട് ഭയങ്കര ഇഷ്ടമായി. ഓട്ടോറിക്ഷ ഓടിച്ചാലും ശരി, കാർ ഓടിച്ചാലും, ഐച്ചർ ഓടിച്ചാലും, ഏത് വണ്ടി ഓടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മരിക്കുന്നവരെ തന്നെ വേണം. ഇതിലൊന്ന് മരിക്കണമെന്ന് ആഗ്രഹമാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ശരി എന്നാൽ.